CPM-ന് കോൺഗ്രസ് സ്പീക്കറിന്റെ ഓഫീസിൽ പോയി കലാപവും നാടകവും ചെയ്യാൻ സാധിക്കും. പക്ഷേ BJP മേയറിന്റെ ഓഫീസിൽ കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒന്നുകൂടെ പറ. അവിടെ കലാപവും നാടകം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ ഇന്ന് ഉറപ്പായിട്ട്, അത് സഖാവ് പിണറായി വിജയനാണോ ഏത് സഖാവാണെങ്കിൽ ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും. SI സോമം പുള്ളയ്ക്ക് ചരക്കാൻ. എന്റെ പൊന്നു ദൈവമേ, ഒടുക്കത്തെ ഭീഷണിയായിട്ടാണല്ലോ നമ്മുടെ രാജീവ് വിജയുടെ വരവ്. എന്തൊക്കെ ഊളത്തരങ്ങളാ വിളിച്ചു പറയുന്നതെന്ന് ആദ്യം ഒന്ന് കേട്ട് നോക്കിക്കേ. ഞങ്ങള് ഇന്ത്യന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ആഹാ, ഉള്ള ഭരണം കയ്യിൽ നിന്ന് പോകുന്ന ഏതാണ്ട് ഉറപ്പായി. അതുകൊണ്ടാണല്ലോ ഈ ഷോയൊക്കെ തന്നെ. പാവുണ്ടല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ പ്രാവശ്യം BJP-യുടെ കയ്യിൽ നിന്ന് പോവോ മേയർ സ്ഥാനം, ഭരണമൊക്കെ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമന്റ് ചെയ്യണേ. തീർന്നിട്ടില്ല, ഇതാ അടുത്ത ഒരു ഡയലോഗ് ഉണ്ട്, ഒന്ന് കേട്ട് നോക്കിക്കേ. അപ്പോ ഞങ്ങളൊപ്പം ഇങ്ങനത്തെ നാടകമൊന്നും കളിക്കാൻ ശ്രമിക്കരുത്. പാർട്ടിയിൽ ഇതിനെക്കുറിച്ച് ഒരു 10-15 ദിവസം മുമ്പ് ഒരു ചർച്ച നടന്നായിരുന്നു. മേയർ ഇതിനെ കുറിച്ച് എല്ലാം പുറത്ത് പറയുമ്പോഴും വിടുമ്പോഴും ചൈന ഭാഷ പറയുന്നോടാ. CPM ഒരു നാടകം നടത്തും, ഒരു പ്രതിഷേധ നാടകം നടത്തും എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരപ്പി, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലായിടവും ചുറ്റും. എന്തിനെ? നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്ററെല്ലാം എടുത്ത് വലിച്ചുവാരി ചുറ്റടേ. അപ്പൊ സമരം ചെയ്യാനും നിയമപരമായ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ ആരാണ് സമരം ചെയ്യേണ്ടത്, ആരെതിരെയാണ് സമരം ചെയ്യേണ്ടത്, നമ്മളൊന്ന് ആലോചിക്കണം. അല്ല, എനിക്കൊരു സംശയം. പിന്നെ എന്തിനാണ് ബസ്സിനകത്ത് കയറി സമരം ചെയ്തത്? അത് മേയർക്കെതിരെയല്ല, പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ, നാട്ടുകാരെ ശല്യം ചെയ്ത് ജനങ്ങൾക്കെതിരെ അവരെ കൊണ്ട് തന്നെ സമരം ചെയ്യിപ്പിക്കുക. എന്തോ ഒരു കരുതലാണ് നമ്മുടെ രാജീവ്ജിക്ക്. എന്തായാലും പുള്ളിയുടെ ഈ മൊത്തം ഡയലോഗ് കേട്ടപ്പോൾ എനിക്കിതാണ് ഈ സീനാവുമോ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?